ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഊട്ടിയിലെ കർണാടക സിരി ഹോർട്ടികൾച്ചർ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഊട്ടിയിലെ ബോട്ട് ഹൗസിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ കർണാടക ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത്. പാർക്കിങ്ങിനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 മണി വരെയാണ് ടൈമിങ്. എല്ലാവരും പോകുന്ന ബോട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡന്റെ ഒക്കെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണിത്. പൂക്കളും ചെടികളൊക്കെ കണ്ട് നടന്ന് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയത്. കുറച്ചു സമയം കുട്ടികളൊക്കെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. 38 ഏക്കറിൽ ഇറ്റാലിയൻ ഗാർഡൻ, സങ്കൻ ഗാർഡൻ, ടോപ്പിയറി ഗാർഡൻ, ഹാങ്ങിങ് ബ്രിഡ്ജ് തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ ഒരുക്കി ഊട്ടിയിലെ 2ാമത്തെ വലിയ ഗാർഡനാണ് കർണാടക ഗാർഡൻ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗാർഡനിനുള്ളിൽ ബഗ്ഗി സർവീസ് ഉണ്ട്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. വിശാലമായൊരു പുൽമേട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണിത്. മൈസൂർ രാജവംശത്തിന്റെ കൈവശമിരുന്ന ഫേൺ ഹിൽസിലെ ഭൂമി 1964 കർണാടക ഗവൺമെന്റിന് കൈമാറുന്നത്. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് കർണാടക ഹോർട്ടികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊരു ഗാർഡൻ സജ്ജമാക്കിയത്. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഊട്ടിക്ക് കർണാടകയുടെ സ്നേഹ സമ്മാനമാണ് ഈ ഗാർഡൻ. ഇതിനകത്ത് പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ലേക്കിൽ വലുതും ചെറുതുമായിട്ട് ഒരുപാട് മീനുകളുണ്ട്. ആളെ കാണുമ്പോൾ ഫുഡിന് വേണ്ടി എല്ലാം കൂടെ കരയിലേക്ക് വരുന്നുണ്ടായിരുന്നേ. ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഊട്ടിയിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഗാർഡന്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. ബ്രിഡ്ജിൽ കയറാൻ നല്ല തിരക്കായിരുന്നേ. ചെറിയൊരു തേയിലത്തോട്ടവും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. വലിയ മരങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എങ്കിലും തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മോർണിംഗും ഈവനിങ്ങുമാണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. കെയിൻ ഫോറസ്റ്റ് ഇതിനടുത്താണ് വരുന്നത്. ഇതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.